കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേള ആലപ്പുഴയിൽ വെള്ളിയാഴ്ച വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശാസ്ത്രോത്സവം ഉദ്ഘാടനം ചെയ്യും. വിളംബര ജാഥകൾ ആലപ്പുഴയിലെത്തി. 14 ജില്ലകളിൽ നിന്നായി 5000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. ആലപ്പുഴ ഉത്സവലഹരി. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ ശിശുദിനത്തിൽ നാടെങ്ങും വൈവിധ്യമാർന്ന പരിപാടികൾ. സ്കൂളുകളിലും മറ്റ് പ്രധാന കേന്ദ്രങ്ങളിലും ശിശുദിന റാലികളും സമ്മേളനങ്ങളും. അപസ്മാരത്തെ തുടർന്ന് മരുന്ന് കഴിച്ച കുട്ടി ഗുരുതരാവസ്ഥയിൽ. മരുന്നിൻ്റെ പാർശ്വഫലമെന്ന സൂചന. തുറവൂർ സ്വദേശിയായ 10ാം ക്ലാസ് വിദ്യാർത്ഥി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി. ചേർത്തല താലൂക്കിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ വാഹന പരിശോധന. 126 വാഹനങ്ങൾക്കെതിരെ കേസെടുത്തു. നിയമം പാലിക്കാത്ത 48 കണ്ടക്ടർമാർക്കെതിരെയും 12 സ്വകാര്യ ബസ്സുകൾക്കെതിരെയും നടപടി. പരിശോധന തുടരുമെന്ന് ചേർത്തല ജോയിന്റ് RTO. വാർത്തകൾ വിശദമായി. സംസ്ഥാന ശാസ്ത്രമേള ആലപ്പുഴയിൽ വെള്ളിയാഴ്ച വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശാസ്ത്രമേള ഉദ്ഘാടനം ചെയ്യും. 14 ജില്ലകളിൽ നിന്നായി 5000-ലേറെ പ്രതിഭകൾ പങ്കെടുക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. ആലപ്പുഴയിൽ ഉത്സവ ഛായ. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ പരിപാടികളുടെ അന്തിമ സമയക്രമമായി. കരട് നോട്ടീസിന് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആസ്ഥാനത്ത് നിന്ന് അനുമതി ലഭിച്ചോടെയാണ് ഇത്. നോട്ടീസിന് അംഗീകാരം ലഭിച്ചതോടെ ശാസ്ത്രോത്സവവുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ച ആലപ്പുഴയിലെത്തിയ വിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ജനറൽ എസ് സന്തോഷിന്റെ നേതൃത്വത്തിൽ ക്രമീകരണങ്ങൾ വിലയിരുത്തി. സബ് കമ്മിറ്റികളുടെ ഭാരവാഹികൾ പുരോഗതികൾ വിശദീകരിച്ചു. താമസ സൗകര്യവും അവിടേക്കുള്ള യാത്രാ സൗകര്യവും തയ്യാറായതായി യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട്. മേളയുടെ നടത്തിപ്പിനായി 19 സബ് കമ്മിറ്റികളാണ് പ്രവർത്തിക്കുന്നത്. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. പരിപാടികളുടെ പോസ്റ്ററുകളാണ് നിലവിൽ ഈ പേജുകളിൽ ഉള്ളത്. വരും ദിവസങ്ങളിൽ വിശദമായ പരിപാടി സമയക്രമവും മത്സരഫലം ലഭിക്കുന്ന പേജുകളിലേക്കുള്ള ലിങ്കുകളും സോഷ്യൽ മീഡിയ പേജുകളിൽ ലഭ്യമാക്കും. ശാസ്ത്രോത്സവത്തിന് എത്തുന്ന വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഭക്ഷണത്തിനുള്ള മീൻ, മത്സ്യഫെഡ് എത്തിച്ചേക്കും. ഏകദേശം 300 കിലോഗ്രാം മീൻ വേണ്ടിവരുമെന്നാണ് കണക്കുകൂട്ടൽ. അടുത്ത ദിവസം മീനിന് ഓർഡർ നൽകുമെന്നാണ് വിവരം. മേളയുടെ എല്ലാ ദിവസവും മീനോ ഇറച്ചിയോ ഉൾപ്പെടുത്തി ഭക്ഷണം നൽകുന്നത് ഇതാദ്യമാണ്. കായികമേളയുടെ എല്ലാ ദിവസവും ഇറച്ചിയോ മീനോ ഉൾപ്പെടെയുള്ള ഭക്ഷണമാണ് നൽകുകയെങ്കിലും മുൻവർഷങ്ങളിൽ ശാസ്ത്രോത്സവം, കലോത്സവം എന്നിവയിൽ സസ്യാഹാരമാണ് വിളമ്പിയിരുന്നത്. മേളയുടെ ഏതെങ്കിലും ഒരു ദിവസം മാത്രമായിരുന്നു ഇറച്ചിയോ മീനോ വിളമ്പിയിരുന്നത്. മേള നടത്തിപ്പിന്റെ ചെലവ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഇറച്ചിയും മീനും ഒഴിവാക്കിയിരുന്നത്. എന്നാൽ ഇത്തവണ ജില്ലയിലെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ സ്പോൺസർമാരെ കണ്ടെത്തി ഭക്ഷണത്തിൽ നോൺ വെജ് വിഭവങ്ങൾ ഉൾപ്പെടുത്തുകയായിരുന്നു. ടൈം ന്യൂസ്, ആലപ്പുഴ. സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വിളംബര ജാഥകൾ വൈകുന്നേരത്തോടെ ആലപ്പുഴ നഗരത്തിലെ പ്രധാന വേദിയായ സെന്റ് ജോസഫ് സ്കൂൾ അങ്കണത്തിലെത്തി. മന്ത്രി സജി ചെറിയാൻ ദീപം കൊളുത്തി. ചേർത്തല കടക്കരപ്പള്ളിയിലെ ഇട്ടി അച്യുതൻ വൈദ്യരുടെ സ്മൃതി കുടീരത്തിൽ നിന്നും ആരംഭിച്ച പതാക ജാഥ അരൂർ MLA ദലീമ ജോജോ ഉദ്ഘാടനം ചെയ്തു. ചേർത്തല, അരൂർ, ആലപ്പുഴ മണ്ഡലങ്ങളിലെ സ്കൂളുകളിൽ നിന്നുള്ള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ആലപ്പുഴ മുനിസിപ്പൽ ശതാബ്ദി മന്ദിരത്തിൽ എത്തി. കൃഷിശാസ്ത്രജ്ഞൻ MS സ്വാമിനാഥൻ്റെ ബങ്കൊമ്പിലെ തറവാട് വീട്ടിൽ നിന്നും ആരംഭിച്ച ദീപശിഖ റാലി ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MB പ്രിയ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കുട്ടനാട്, ഹരിപ്പാട്, അമ്പലപ്പുഴ മണ്ഡലങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ശതാബ്ദി മന്ദിരത്തിൽ എത്തിച്ചേർന്നു. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയ്ക്ക് ശാസ്ത്രമേള സംഘാടക സമിതിയുടെ നാമധേയത്തിൽ ഏർപ്പെടുത്തി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ട്രോഫിയും വഹിച്ചുകൊണ്ടുള്ള വാഹന ഘോഷയാത്ര മാവേലിക്കരയിൽ നിന്നാണ് ആരംഭിച്ചത്. MS അരുൺകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ചെങ്ങന്നൂർ, മാവേലിക്കര, കായംകുളം മണ്ഡലങ്ങളിലൂടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ശതാബ്ദി മന്ദിരത്തിൽ സംഗമിച്ചു. തുടർന്ന് ശതാബ്ദി മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച സംയുക്ത വിളംബര ഘോഷയാത്ര സംഘാടക സമിതി ചെയർമാനായ മന്ത്രി സജി ചെറിയാൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. വാദ്യമേളങ്ങളുടെയും ബാൻഡ് സെറ്റിൻ്റെയും അകമ്പടിയും ജില്ലാ സ്പോർട്സ് കൗൺസിൽ കായിക താരങ്ങളും സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പങ്കെടുത്ത ആലപ്പുഴ ജില്ലയിലെ കായിക താരങ്ങളും റോവിംഗ് താരങ്ങളും നഗരത്തിലെ വിവിധ വിദ്യാലയങ്ങളിലെ NCC, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികളുടെ മാർച്ച് പാസ്റ്റും രക്ഷിതാക്കളും പൊതുജനങ്ങളും വിളംബര ഘോഷയാത്രയിൽ അണിനിരന്നു. വിളംബര ഘോഷയാത്ര പ്രധാന വേദിയായ സെന്റ് ജോസഫ് സ്കൂളിൽ എത്തിച്ചേർന്നു. ആലപ്പുഴ നഗരം അക്ഷരാർത്ഥത്തിൽ ഉത്സവാന്തരീക്ഷത്തിലാണ്. ടൈം ന്യൂസ്, ആലപ്പുഴ. സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് ഭക്ഷണം ഒരുക്കുന്നത് പഴയിടം മോഹനൻ നമ്പൂതിരി. മീൻകറി മുതൽ ഫ്രൈഡ് റൈസ് വരെയുള്ള വിഭവങ്ങൾ. സംസ്ഥാന ശാസ്ത്രമേളയിൽ ആദ്യമായാണ് നോൺ വെജ് സജ്ജമാക്കുന്നത്. പാചകപ്പുര സജീവമായി.
ആലപ്പുഴയുടെ തനിനാടൻ മീൻ രുചി മുതൽ ഫ്രൈഡ് റൈസ് വരെ രുചി വൈവിധ്യങ്ങളുടെ നീണ്ട നിരയാണ് പാചകപ്പുരയിൽ ഒരുങ്ങുന്നത്. പഴയടൻ മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ഇക്കുറിയും രുചിയുടെ കലവറ സജ്ജമായത്. ഇത്തവണ ആദ്യമായാണ് സംസ്ഥാന ശാസ്ത്രമേളയ്ക്ക് നോൺ വെജ് ഭക്ഷണം തയ്യാറാക്കുന്നതെന്ന് പഴയടം മോഹനൻ നമ്പൂതിരി പറഞ്ഞു. ആദ്യമായിട്ട് ഇത്തവണ സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ പങ്കെടുക്കുന്ന പ്രതിഭകൾ വെജിറ്റേറിയൻ ഭക്ഷണത്തിനോടൊപ്പം നോൺ വെജ് ഭക്ഷണം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചിക്കനും ഫിഷും ഇത്തവണത്തെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അത് ആദ്യമായിട്ടാണ് സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് നോൺ വെജ് ഭക്ഷണം ആദ്യമായിട്ടാണ്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇതുവരെ പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക്, അതായത് 14-ാം തീയതി ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് അടുക്കള ഉദ്ഘാടനം ചെയ്യുന്നതിനോടൊപ്പം ചെയ്യുന്നതോടെ പാചകപ്പുര ഉണരുകയായി. എല്ലാ പ്രവർത്തനങ്ങളും സജീവമായിട്ട് നടക്കുന്നു. ഏതാണ്ട് 40ഓളം ജീവനക്കാർ അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ലജനത്തുൽ മുഹമ്മദിയ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പാചകപ്പുര. വ്യാഴാഴ്ച വൈകിട്ട് 3:30 മണിയോടെ പാചകപ്പുര പ്രവർത്തനം തുടങ്ങി. മേളയ്ക്കെത്തുന്ന 15,000-ലധികം പേർക്കാണ് ഇവിടെ നിന്ന് ഭക്ഷണം തയ്യാറാക്കുന്നത്. ആദ്യം 2 ദിവസങ്ങളിൽ 5,000 പേർക്കും ബാക്കി 2 ദിവസങ്ങളിൽ 3,000 പേർക്ക് വീതവും ഭക്ഷണം നൽകേണ്ടി വരുമെന്നാണ് ഫുഡ് കമ്മിറ്റിയുടെ കണക്കുകൂട്ടൽ. 45ഓളം പേരാണ് പഴയടത്തിന്റെ പാചക സംഘത്തിലുള്ളത്. പ്രാതലും രാത്രി ഭക്ഷണവും ലജനത്തിലെ ഭക്ഷണപ്പന്തലിലാണ് ലഭിക്കുക. എന്നാൽ ഉച്ചഭക്ഷണവും വൈകിട്ടത്തെ ചായയും ലജനത്തിലെ ഭക്ഷണപ്പന്തലിനൊപ്പം മറ്റ് 3 വേദികളിലെ ഭക്ഷണപ്പന്തലുകളിലും വിതരണം ചെയ്യും. മേളയുടെ ആദ്യ ദിനം അമ്പലപ്പുഴ പാൽപ്പായസം അടങ്ങിയ സദ്യയാണ് മേളയ്ക്കെത്തുന്നവരുടെ മനവും വയറും നിറയ്ക്കുക. കൂടാതെ സാമ്പാർ, മോരുകറി, തോരൻ, അച്ചാർ, കൂട്ടുകറി, മോര് എന്നിവയുമുണ്ട്. രണ്ടാമത്തെ ദിനം ഊണിനൊപ്പം ആലപ്പുഴയുടെ തനിനാടൻ മീൻ രുചിയുണ്ട്. കൂടാതെ സാമ്പാർ, അവിയൽ, പുളിശ്ശേരി, രസം, തോരൻ, പപ്പടം, അച്ചാർ എന്നിവയുമുണ്ട്. ഫിഷറീസ് വകുപ്പ് മന്ത്രിയും ശാസ്ത്രമേള സംഘാടക സമിതി ചെയർമാനുമായ സജി ചെറിയാന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം മത്സ്യഫെഡിൽ നിന്നാണ് ആവശ്യമായ മത്സ്യം എത്തിക്കുന്നത്. 3-ാം ദിനം ഊണിനൊപ്പം ചിക്കൻ കറിയുണ്ട്. അവസാന ദിവസം ഫ്രൈഡ് റൈസും ചിക്കൻ കറിയുമാണ് സ്പെഷ്യൽ. വൈകിട്ടത്തെ ചായയ്ക്കൊപ്പം കൊഴുക്കട്ട, വട്ടയപ്പം, കിണ്ണത്തപ്പം, പഴംപൊരി തുടങ്ങിയ നാടൻ പലഹാര വിഭവങ്ങളാണ് ലഘുപലഹാരമായി നൽകുക. പ്രാതലിന് ഇഡ്ഡലി, സാമ്പാർ, ഉപ്പുമാവ്, കടല, പുട്ട്, കടല എന്നിവയാണ് മെനുവിലുള്ളത്. ഇതിനോടൊപ്പം മുട്ട പുഴുങ്ങിയതോ പഴം പുഴുങ്ങിയതോ കൂടി ലഭിക്കും. രാത്രി ഭക്ഷണത്തിൽ ചോറിനൊപ്പം ചപ്പാത്തിയുമുണ്ട് മെനുവിൽ. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള ഫുഡ് കമ്മിറ്റിയുടെ ചെയർമാൻ ജില്ലാ പഞ്ചായത്ത് അംഗം ജോമോൻ തോമസ് ആണ്. ബി ബിജുവാണ് കൺവീനർ. ആദ്യമായിട്ട് കേരളത്തിലെ ഇതുവരെ ഒരു കലോത്സവത്തിലോ സ്പോർട്സിലോ അല്ലെങ്കിൽ ശാസ്ത്രോത്സവത്തിനോ ഒന്നും മത്സ്യം കൊടുത്തിട്ടില്ലായിരുന്നു. അതും മത്സ്യഫെഡിൽ നിന്ന് മന്ത്രിയുടെ ഇടപെട്ട് അത് ലഭ്യമാക്കിയിട്ടുണ്ട്. 2-ാമത്തെ ദിവസം മീൻകറി കൂട്ടിയുള്ള ഊണ്, 3-ാമത്തെ ദിവസം ചിക്കൻ കറി, 4-ാമത്തെ ദിവസം ഉച്ചയ്ക്ക് ഫ്രൈഡ് റൈസും ചിക്കനുമാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ആദ്യത്തെ ദിവസം ഏത്തപ്പഴം, 2-ാമത്തെ ദിവസം മുട്ട പുഴുങ്ങിയത്, 3-ാമത്തെ ദിവസം അതുപോലെ തന്നെ ഉപ്പുമാവും കടലയും ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ വളരെ വിഭവസമൃദ്ധമായ ഒരു സദ്യ എന്ന് തന്നെ പറയാൻ കുട്ടികൾക്ക് ഏർപ്പാട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ 4 സെൻറ്ററിലായിട്ടാണ് ഫുഡ് കൊടുക്കുന്നത്. ഈ പാചകപ്പര പ്രവർത്തിക്കുന്നത് ലജനത്ത് സ്കൂളാണ്. അവിടെ ഒരു ഡൈനിങ് ഹാളുണ്ട്. അവിടെ മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ആ ഡൈനിങ് ഹാളിൽ വെച്ച് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു. പിന്നെ സെൻറ്റ് ജോസഫ് സ്കൂള്, ലിയോ 13 സ്കൂള്, SDV സ്കൂള്, ഇങ്ങനെ 3 സെൻറ്ററുകളിൽ കൂടെ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. ടൈം ന്യൂസ്, ആലപ്പുഴ. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ 14 ശിശുദിനമായി ആഘോഷിച്ചു. ചാച്ചാജി എന്നാണ് ജവഹർലാൽ നെഹ്റുവിനെ അറിയപ്പെടുന്നത്. നവംബർ 14 കുട്ടികളുടെ ദിനം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് ശിശുദിനമായി ആഘോഷിക്കുന്നത്. കുട്ടികളുടെ ഏറെ പ്രിയമുള്ള ആളായിരുന്നു ചാച്ചാജി. രാജ്യം ഈ ദിനം ശിശുദിനമായി കൊണ്ടാടുമ്പോൾ കുഞ്ഞു മനസ്സുകളിൽ പുത്തൻ സ്വപ്നങ്ങൾക്ക് ചിറക് വിരിക്കുന്ന ദിനം കൂടിയാണിത്. ആധുനിക ഇന്ത്യയുടെ ശില്പിയായിരുന്ന നെഹ്റു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര രാഷ്ട്രീയ തത്വചിന്തകൻ, ഗ്രന്ഥകർത്താവ്, ചരിത്രകാരൻ എന്നീ നിലകളിൽ ശ്രദ്ധേയമായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര രാഷ്ട്രീയ തത്വചിന്തകൻ, ഗ്രന്ഥകർത്താവ്, ചരിത്രകാരൻ എന്നീ നിലകളിൽ ശ്രദ്ധേയമാണ് നെഹ്റുവിൻ്റെ നാമം. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മജിയുടെ ആശീർവാദത്തോടെയാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പ്രവേശിക്കുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 1947 മുതൽ 1964 മരിക്കുന്നതുവരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു നെഹ്റു. സോഷ്യലിസത്തിൽ ഊന്നിയ നെഹ്റുവിൻ്റെ രാഷ്ട്രീയ ദർശനങ്ങളാണ് പിൽക്കാലത്ത് 4 പതിറ്റാണ്ടോളം ഇന്ത്യയെ നയിച്ചത്. ശിശുദിനാഘോഷങ്ങളുടെ ഭാഗമായി ജില്ലയിലെ വിവിധ സ്കൂളുകളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും ക്ലബ്ബുകളിലും കോൺഗ്രസ് പോഷക സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ റാലികളും അനുസ്മരണവും നടന്നു. ശിശുദിനാഘോഷത്തിൻ്റെ ഭാഗമായി നാടെങ്ങും വിവിധ പരിപാടികൾ നടന്നു. വിവിധ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചും അല്ലാതെയുമായിരുന്നു പ്രധാന ചടങ്ങുകൾ സംഘടിപ്പിച്ചത്.
ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ നടന്ന റാലിയും സമ്മേളനവും വർണ്ണാഭമായി. വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് കുരുന്നുകൾ പങ്കെടുത്തു. ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 3:30 ആലപ്പുഴ ജവഹർ ബാലഭവനിൽ നടന്ന ശിശുദിനാഘോഷം ജില്ലാ കളക്ടറും ശിശുക്ഷേമ സമിതി പ്രസിഡന്റുമായ അലക്സ് വർഗീസ് IAS പതാക ഉയർത്തി. ആലപ്പുഴ ADM ആശാ C. എബ്രഹാം റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ IPS സല്യൂട്ട് സ്വീകരിക്കലും നടത്തി. തുടർന്ന് നടന്ന സമ്മേളനത്തിൽ കുട്ടികളുടെ പ്രധാനമന്ത്രി കുമാരി നിവേദ്യലാൽ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ പ്രസിഡന്റ് മാസ്റ്റർ ആരോൺ S. ജോൺ അധ്യക്ഷത വഹിച്ചു. സെന്റ് ജോസഫ് GHSS ആലപ്പുഴ വിദ്യാർത്ഥി കുമാരി ഫൈഹ റഷാദ മുഖ്യപ്രഭാഷണം നടത്തി. സലാം MLA ശിശുദിന സന്ദേശം നൽകി. PP ചിത്രരഞ്ജൻ MLA ശിശുദിന സ്റ്റാമ്പിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. ബാലാവകാശ കമ്മീഷൻ അംഗം ജലജ ചന്ദ്രൻ പ്രതിഭകളെ ആദരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ സമ്മാനദാനം നിർവഹിച്ചു. നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നസീർ പുന്നക്കൽ, നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AS കവിത, ശിശുക്ഷേമ സമിതി സെക്രട്ടറി KD ഉദയപ്പൻ, ADC ജനറൽ R രഞ്ജിത്ത, ആലപ്പുഴ DDE ശ്രീലത, ആലപ്പുഴ DCPO മിനിമോൾ, ബാലഭവൻ അസിസ്റ്റന്റ് ഡയറക്ടർ S വാഹിദ്, ട്രഷറർ KP പ്രതാപൻ, ജോയിന്റ് സെക്രട്ടറി K നാസർ, വൈസ് പ്രസിഡന്റ് C ശ്രീലേഖ, എക്സിക്യൂട്ടീവ് അംഗം TN നവാസ്, എക്സിക്യൂട്ടീവ് അംഗം M നാജ, എക്സിക്യൂട്ടീവ് അംഗം R ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗവൺമെന്റ് UPS തിരുവമ്പാടി വിദ്യാർത്ഥി കുമാരി ചാരുതായ സ്വാഗതവും കളർകോട് ചിന്മയ വിദ്യാലയ വിദ്യാർത്ഥി മാസ്റ്റർ രാമൻ R നായർ നന്ദിയും പറഞ്ഞു. ടൈം ന്യൂസ് ആലപ്പുഴ. ആലപ്പുഴ മിത്രക്കരി ഈസ്റ്റ് LP സ്കൂളിലെ ശിശുദിനാഘോഷ പരിപാടികൾ ശ്രദ്ധേയമായി. ശിശുദിന സദ്യ, കലാപരിപാടികൾ, റാലി തുടങ്ങിയവ ഒരുക്കിയിരുന്നു. ആലപ്പുഴ മിത്രക്കരി ഈസ്റ്റ് LP സ്കൂളിലെ ശിശുദിനാഘോഷ പരിപാടികൾ ശ്രദ്ധേയമായി. റാലി, പായസ വിതരണം, സദ്യ എന്നിവയും ഒരുക്കിയിരുന്നു. 4ാം ക്ലാസ്സിലെ കുട്ടികൾ വീട്ടിൽ നിന്നും തയ്യാറാക്കി കൊണ്ടുവന്ന വിഭവങ്ങളാണ് സദ്യയ്ക്ക് വിളമ്പിയത്. പ്രഥമാധ്യാപിക മിനിമോൾ നേതൃത്വം നൽകി. നമ്മളിന്ന് ശിശുദിനം ആഘോഷിക്കുകയായിരുന്നു അല്ലേ, കുട്ടികളുടെ ദിനമല്ലേ. അപ്പം നമ്മുടെ ചാച്ചാജിയുടെ ഓർമ്മയ്ക്കായിട്ട് സ്മരണയ്ക്കായിട്ടാണ് ശിശുദിനം ആഘോഷിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത മാറ്റു കൂട്ടുവാനായിട്ട് നമുക്കിന്നൊരു സദ്യ, നല്ലൊരു സദ്യ 4ാം ക്ലാസ്സിലെ കുട്ടികൾ നൽകി. 4ാം ക്ലാസ്സിലെ കുട്ടികളുടെ യൂണിറ്റായ താളം തകരെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഓണ സദ്യയെ വെല്ലുന്നൊരു നല്ല സദ്യയായിരുന്നു നൽകിയത്. ടൈം ന്യൂസ് ആലപ്പുഴ. ചേർത്തല ടൗൺ LP സ്കൂളിലെ ശിശുദിനാഘോഷ പരിപാടികൾ വർണ്ണാഭമായി. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു. ചേർത്തല ഗവൺമെന്റ് ടൗൺ LP സ്കൂളിന്റെ നേതൃത്വത്തിൽ 2024 വർഷത്തെ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു. രാവിലെ 10 മണിക്ക് ശിശുദിന റാലി ഒരുക്കിയിരുന്നു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ ഒന്ന് മാത്രം മനസ്സിലാക്കുക, നമ്മൾ സ്നേഹിച്ചും കൊണ്ടും കൊടുത്തും എല്ലാം വേണം നമ്മൾ ഓരോ കുട്ടികളും മുന്നോട്ട് പോകുവാനായിട്ട്. നാളത്തെ പൗരന്മാരാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന നിങ്ങൾ ഓരോരോ കൊച്ചുമക്കളാണ്. നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടിയും നമ്മുടെ നാടിന് വേണ്ടിയിട്ടും നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമ്മുടെ സ്കൂളിൽ അതെല്ലാം പഠിപ്പിക്കും. നമ്മുടെ ടീച്ചർമാർ അതെല്ലാം പറയും. സ്നേഹത്തോടു കൂടി പെരുമാറേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങൽ കൊടുക്കലിനെ പറ്റിയൊക്കെ വളരെ വിശദമായിട്ട് സംസാരിക്കും. എല്ലാം ചെയ്യും. എങ്കിൽ തന്നെയും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു സ്നേഹം മാത്രം ഇട്ടുകൊണ്ട് നല്ലത് ചെയ്യുവാനായിട്ടുള്ളതായിട്ടുള്ള, നിങ്ങൾ പാറിപ്പറന്ന് നടക്കേണ്ടതായിട്ടുള്ള ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് തന്നെ പോകുക. കളിച്ചും ചിരിച്ചും ഉല്ലസിച്ചും കൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. കുട്ടികളുടെ പ്രധാനമന്ത്രി മാസ്റ്റർ UR വാസുദേവ് അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ ASP S അമ്മിണിക്കുട്ടൻ വിശിഷ്ടാതിഥിയായി. ചേർത്തല നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഏലിക്കുട്ടി ജോൺ സമ്മാനദാന കർമ്മം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ G രഞ്ജിത്ത്, വാർഡ് മെമ്പർ രാജശ്രീ ജ്യോതിഷ്, PTA പ്രസിഡന്റ് ദിനൂപ് വേണു, ടീച്ചർ ഷാലറ്റ് P, MPTA പ്രസിഡന്റ് ലിജിയ ക്രിസ്തുദാസ്, ബ്രിജിലാൽ, എബിമോൻ, ശ്രീകുമാർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. NR സീത സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി KR ശ്രീലത നന്ദിയും പറഞ്ഞു. ടൈം ന്യൂസ് ചേർത്തല. ചേർത്തല മുട്ടം ഹോളി ഫാമിലി LPGS മഠം സ്കൂളിലെ ശിശുദിനാഘോഷ പരിപാടികൾ ശ്രദ്ധേയമായിരുന്നു. വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. ചേർത്തല മുട്ടം ഹോളി ഫാമിലി LPG സ്കൂളിൽ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു. വർണ്ണശബളമായ റാലിയോടെയാണ് ആഘോഷ പരിപാടികൾ ആരംഭിച്ചത്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യകാര്യത്തിനും പ്രാധാന്യം കൊടുത്തിരുന്ന മഹത് വ്യക്തി നെഹ്റു സ്വപ്നം കണ്ടതുപോലെ
ഫാൻസി ഡ്രസ്, അഭിനയഗാനം, കളറിംഗ് തുടങ്ങിയ മത്സരങ്ങളും ഒരുക്കിയിരുന്നു. ചാച്ചാജിയായി തിരഞ്ഞെടുക്കപ്പെട്ട കുമാരി അന്ന തെരേസ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥി പ്രതികളായ കുമാരി പ്രണബി എസ് സ്വാഗതവും അഞ്ജലീന റോസറി നന്ദിയും പറഞ്ഞു. PTA പ്രസിഡന്റ് ജിബിൻ കെ ജോസ് ഉദ്ഘാടനം ചെയ്തു. പ്രഥമാധ്യാപകൻ ബെന്നി ജോൺ, സീനിയർ അസിസ്റ്റന്റ് എൽസമ്മ NG, സ്റ്റാഫ് സെക്രട്ടറി സിമി ജോസ് എന്നിവർ സംസാരിച്ചു. MBTA പ്രസിഡന്റ് ഡയാന ആഗ്നസ് വിജയികളെ ആദരിച്ചു. കുട്ടികളുടെ നയനാനന്ദകരമായ കലാപരിപാടികളും വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു. ടൈം ന്യൂസ് ചേർത്തല. ചേർത്തല ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിലും ശിശുദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ആൻഡോ ചേരാതുരുത്തി ഉദ്ഘാടനം ചെയ്തു. രണ്ടായിരത്തി 24-25 അധ്യയന വർഷ ശിശുദിന പരിപാടികൾ ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിൽ വർണ്ണാഭമായ റാലിയോടുകൂടി ആരംഭിച്ചു. തുടർന്ന് കുട്ടികളുടെ ചാച്ചാജി മാസ്റ്റർ അശ്വിൻ രാജേഷിന്റെ അധ്യക്ഷതയിൽ സമ്മേളനം ആരംഭിച്ചു. സ്കൂൾ മാനേജർ റവറൻ ഫാദർ ആൻഡോ ചേരാംതുരുത്തി ശിശുദിന സന്ദേശം നൽകി. സ്കൂൾ ഹെഡ് മിസ്ട്രസ് മിനിയം, പ്രിൻസിപ്പൽ VH ആന്റണി, സീനിയർ അസിസ്റ്റന്റ് ബിന്ദു ജോസഫ്, സ്റ്റാഫ് സെക്രട്ടറി ശ്രീഹരി V എന്നിവർ സമ്മേളനത്തിന് ആശംസകൾ നൽകി. കുട്ടികളുടെ കലാകായിക മികവുകൾക്ക് സമ്മാനങ്ങൾ നൽകി. വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണത്തിന് ശേഷം കുട്ടികളുടെ കലാപരിപാടികളോടുകൂടി ശിശുദിന ആഘോഷങ്ങൾക്ക് സമാപനമായി. ടൈം ന്യൂസ് ചേർത്തല. തണ്ണീർമുക്കം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശിശുദിനത്തിൽ സംഘടിപ്പിച്ച ഹരിത സഭ ശ്രദ്ധേയമായി. തണ്ണീർമുക്കം പഞ്ചായത്ത് പരിധിയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ശിശുദിനത്തിൽ ഹരിത സഭ ഒരുക്കിയത്. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് അതിർത്തിയിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ശിശുദിനത്തിൽ കുട്ടികളുടെ ഹരിതസഭ വെള്ളിയാകുളം NSS കരയോ ഹാളിൽ നടത്തിയത്. തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G ശശികല ഹരിതസഭ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമ്മളിവിടെ ഹരിതസഭ വിളിച്ചു ചേർത്തിരിക്കുകയാണ്. ഗ്രാമപ്രദേശമായ തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്തിൽ പൊതുവെ മാലിന്യമുക്തവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കുറവാണ് എന്ന് തന്നെ നമുക്ക് പറയാം. അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് കണ്ണൂർ കർമ്മസേന കൃത്യമായി മാലിന്യ സംസ്കരണ ഏജൻസിക്ക് കൈമാറി നൽകുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെ പൂർണ്ണമായ തോതിൽ മാലിന്യ പ്രശ്നത്തെ അഭിമുഖീകരിച്ചില്ലാത്തതുമാണ് മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ 2024 ക്യാമ്പയിന്റെ ഭാഗമായി തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്തിൽ ജൈവ അജൈവ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ പൂർണ്ണതോതിലാക്കുന്നതിനും വൃത്തിയുള്ള പൊതുവിടങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ 2023 മാർച്ച് മാസം മുതൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ച സമയക്രമം നിശ്ചയിച്ച് പൂർത്തീകരിച്ചു വരുന്നുണ്ട്. ഒന്നാമത്തെ പ്രവർത്തനങ്ങൾ അവസാനിക്കുകയും അതുവരെയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തി മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ഗ്യാപ്പുകൾ കണ്ടെത്തി തുടർ പ്രവർത്തനങ്ങൾ ആലോചിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ VS സുരേഷ് കുമാർ, VEO നീനു G, ഗവൺമെൻറ് ഹൈസ്കൂൾ തണ്ണീർമുക്കം നന്ദന അനീഷ്, സെൻറ് മാത്യൂസ് HS കണ്ണങ്കര അൽഫിയ സുനീർ, ആൽഫിയ വിനോദ് സെൻറ് ആൻ്റണീസ് HS കൊക്കോതമംഗലം, നന്ദന അനീഷ് GHSS തണ്ണീർമുക്കം, റിട്ടയർഡ് HM D ബാബു തുടങ്ങിയവർ സംസാരിച്ചു. അപസ്മാരത്തെ തുടർന്ന് മരുന്ന് കഴിച്ച വിദ്യാർത്ഥി ഗുരുതരാവസ്ഥയിൽ. തുറവൂർ സ്വദേശിയായ 10ാം ക്ലാസ് വിദ്യാർത്ഥി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. അപസ്മാരത്തെ തുടർന്ന് മരുന്ന് കഴിച്ച കുട്ടി ഗുരുതരാവസ്ഥയിൽ. തുറവൂർ പഞ്ചായത്ത് 10ാം വാർഡിൽ ആലുംപരമ്പത്ത് മാധ്യമപ്രവർത്തകനായ പ്രസാദ് കൃഷ്ണൻകുട്ടിയുടെ മകൻ 15 വയസ്സുള്ള പ്രണവാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴിയുന്നത്. ഒക്ടോബർ 21 സ്കൂളിലേക്ക് സൈക്കിളിൽ പോകുമ്പോഴാണ് പ്രണവിന് അപസ്മാരം ഉണ്ടാവുന്നത്. പിറ്റേ ദിവസം ഡോക്ടറെ കാണിച്ചിരുന്നു. ഡോക്ടർ നിർദ്ദേശിച്ച ഗുളിക 5 ദിവസം കഴിച്ചു. 6ാം ദിവസം മുതൽ ദേഹത്തും കണ്ണിലും മുഖത്തും ആസിഡ് ഒഴിച്ച പോലത്തെ സ്ഥിതിയായി. വായിൽ നിന്നും നുരയും പതയും വന്നു. കണ്ണുകൾ തുറക്കാനാവാത്ത അവസ്ഥയിലും. ഗുരുതരാവസ്ഥയിലായ കുട്ടിയെ ഉടൻ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. കാവിൽ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പ്രണവ്. ഗുളികയുടെ പാർശ്വഫലമാണെന്ന് ഡോക്ടർമാർ പറഞ്ഞതായി രക്ഷിതാക്കൾ പറഞ്ഞു. 21-ാം തീയതി സ്കൂളിൽ പോകുമ്പോൾ ഇവൻ സ്കൂളിൽ നിന്ന് പോണ വഴിക്ക് സൈക്കിളിൽ നിന്ന് തലകറങ്ങി വീണ്. അപ്പോൾ ഇവൻ്റെ അച്ഛനെ തന്നെ അവിടെയുള്ള നാട്ടുകാർ ഇങ്ങനെ ഫോൺ ചെയ്ത് പറഞ്ഞു, കൊച്ചി ഇങ്ങനെ റോഡിൽ കിടക്കണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ പോയി. അപ്പോൾ ഫിക്സ് ആണെന്ന് ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് വന്നിട്ട് അന്ന് ഞങ്ങൾ ആശുപത്രിയിലൊന്നും കൊണ്ടുപോയില്ല.
അത് കഴിഞ്ഞ് പിന്നെ ലക്ഷോറിലെ ആശുപത്രിയിലെ ഡോക്ടർ മന്നത്ത് അമ്പലത്തിൻ്റെ അടുത്ത് ഇരിക്കുന്ന നല്ല ഡോക്ടറാണ്, മുരളീകൃഷ്ണൻ എന്നാണ് പേര്. അങ്ങനെ ഞാനാണ് കുഞ്ഞിനെ കൊണ്ടുപോയത്. അപ്പോൾ കൊണ്ടുപോയിട്ട് വിവരങ്ങളൊക്കെ പറഞ്ഞ്, അപ്പോൾ 3 വർഷം കഴിക്കണമെന്നാണ് പറഞ്ഞത് ഈ ഗുളിക. അപ്പോൾ പിന്നെ ഒരാഴ്ച പകുതി വീതം കഴിക്കണമെന്ന് പറഞ്ഞു. ആ ഗുളിക കഴിച്ച് ഒരാഴ്ച കഴിച്ചപ്പോൾ ഞാൻ അങ്ങനെ വലിയ വ്യത്യാസമൊന്നും കണ്ടില്ല. പിന്നെ ഓരോന്ന് കഴിക്കുമ്പോഴാണ് ഇവൻ്റെ പിന്നെ സംസാരത്തിൽ നിന്ന് മാറ്റങ്ങളും ഇവൻ്റെ കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു വല്ലാണ്ടൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ആ ഗുളിക ഒരു 10 ദിവസത്തോളം കഴിച്ച് പിന്നെ ഈ ചൊവ്വാഴ്ച സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ കണ്ണിന് ഇങ്ങനെ ഒരു ചൊറിച്ചിലുണ്ടായി. അപ്പോൾ ഞങ്ങൾ ആദ്യം കരുതിയത് കണ്ണിക്ഷീണമാണെന്നാണ് കരുതിയത്. അത് കഴിഞ്ഞ് അങ്ങനെ കണ്ണിക്ഷീണമാണെന്ന് കരുതി അടുത്തൊരു ആശുപത്രിയിൽ പോയി കണ്ണിക്ഷീണത്തിൻ്റെ വിവരം പറഞ്ഞ് മരുന്ന് മേടിച്ച്. അത് കഴിഞ്ഞ് പിറ്റേന്നാണ് ഇങ്ങനെ പിന്നെ മുഖത്തൊക്കെ ഇങ്ങനെ പാട് വരികയും ചുണ്ട് പൊട്ടിയും കണ്ണിൻ്റെ പോളിങ്ങനെ വീർത്ത് അവിടെ ഇങ്ങനെ പൊട്ടി. അത് കഴിഞ്ഞ് അവിടെ അടുത്തൊരു വേറൊരു രഞ്ജിത്ത് എന്ന് പറഞ്ഞൊരു ഡോക്ടറെ കൊണ്ട് കാണിച്ച്. അപ്പോൾ ആ ഡോക്ടർ ആദ്യം ഇങ്ങനെ പറഞ്ഞത് ഒന്നെങ്കിൽ ഫുഡിൽ നിന്നുണ്ടായതായിരിക്കാം, അല്ലെങ്കിൽ ഇവൻ കഴിക്കുന്ന ആ മരുന്നിൽ നിന്നുണ്ടായിരിക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങനെ ബ്ലഡൊക്കെ എല്ലാം ടെസ്റ്റ് ചെയ്ത് അപ്പോൾ ആ ഡോക്ടർ ഉറപ്പിച്ച് പറഞ്ഞ് ആ മെഡിസിനിൽ നിന്നുണ്ടായതാണെന്ന്. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്. ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഭയങ്കര സീരിയസ് ആയിരുന്നു. കൊച്ചുകുട്ടിയെ കിട്ടിയതെന്നൊക്കെയാണ് ഡോക്ടർമാർ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ എഴുതി ഉപ്പൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് കുഞ്ഞിനെ ഇവിടെ അഡ്മിറ്റ് ആക്കിയത്. ഇപ്പോൾ ഒരുമാതിരി സുഖപ്പെട്ടു വരുന്നു എന്ന് പറയാം. ഇപ്പോഴും കണ്ണിന് നല്ലതുപോലൊന്നും ആയിട്ടില്ല. ടൈം ന്യൂസ് ചേർത്തല. ചേർത്തല താലൂക്കിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ വാഹന പരിശോധന. 126 വാഹനങ്ങൾക്കെതിരെ കേസെടുത്തു. 48 കണ്ടക്ടർമാർക്കെതിരെയും 12 സ്വകാര്യ ബസ്സുകൾക്കെതിരെയും നടപടി. വാഹന പരിശോധന തുടരുമെന്ന ചേർത്തല ജോയിന്റ് RTO KG ബിജു പറഞ്ഞു. ചേർത്തല താലൂക്കിൽ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പ്രത്യേക പരിശോധനയിൽ 63 സ്വകാര്യ ബസ്സുകൾക്കെതിരെ നടപടി. 2 ബസ്സുകളുടെ ഫിറ്റ്നസ് റദ്ദാക്കി. എയർഹോൺ ഘടിപ്പിച്ച 2 ബസ്സുകൾക്കും ബാഡ്ജ് ധരിക്കാത്ത 33 കണ്ടക്ടർമാർക്കും ലൈസൻസ് ഇല്ലാതെ ജോലി നോക്കിയ 15 കണ്ടക്ടർമാർക്കും പിഴ ഈടാക്കി. എമർജൻസി എക്സിറ്റ് ശരിയായ വിധം ഘടിപ്പിക്കാത്ത 5 ബസ്സുകളും സ്റ്റോപ്പ് ലൈറ്റ് ഘടിപ്പിക്കാത്ത 8 ബസ്സുകളും നമ്പർ പ്ലേറ്റ് മറച്ചുവെച്ച് സർവീസ് നടത്തിയ 5 ബസ്സുകളും ഇൻഡിക്കേറ്റർ ശരിയാംവിധം പ്രവർത്തിക്കാത്ത 4 ബസ്സുകളും പരാതി പുസ്തകം സൂക്ഷിക്കാത്ത 8 ബസ്സുകളും നടപടി നേരിട്ടവയിൽപ്പെടും. ആകെ 126 വാഹനങ്ങൾക്കെതിരെ കേസെടുത്തു. 1.73 ലക്ഷം രൂപ പിഴ ഈടാക്കി. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ PV ബിജു, KR തമ്പി, S സുജീഷ്, KG ബിജു, M മനോജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. നമ്മുടെ ചേർത്തല താലൂക്കിൽ സ്റ്റേജ് കാരേജ് ബസ് സർവീസിനെ കുറിച്ച് വ്യാപകമായ പരാതികൾ വന്നിട്ടുണ്ടായിരുന്നു. പലപ്പോഴും ബസ്സുകാർ വളരെ മോശമായിട്ട് ജനങ്ങളോട് പെരുമാറുകയും യാത്രക്കാർ പെരുമാറുകയും കുട്ടികളെ കയറ്റാതിരിക്കുകയും പലപ്പോഴും മത്സരോട്ടം നടത്തുക എന്ന രീതിയിലുള്ള ഒത്തിരി കംപ്ലയിൻറ്റുകൾ ജോയിൻ്റ് ആക്ടിൽ നിന്ന് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട RTO ബന്ധിപ്പിക്കുകയും RTOയുടെ ഒരു പ്രത്യേക പരിശോധനയാണ് ഇന്ന് നടത്തിയിരുന്നത്. RTO നിർദ്ദേശപ്രകാരം ആലപ്പുഴ ജില്ലയിലെ വിവിധ ഓഫീസുകളിൽ നിന്നുള്ള മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരും അസിസ്റ്റന്റ് മോട്ടോർ ഇൻസ്പെക്ടർമാരും സംഘങ്ങളായി തിരിഞ്ഞ് 5 സ്ക്വാഡുകളായിട്ട് തിരിഞ്ഞുകൊണ്ട് ചേർത്തല താലൂക്കിൻ്റെ വിവിധ മേഖലകളിലുള്ള സ്റ്റേജ് മെയിനായിട്ട് നമ്മുടെ ലൈൻ ബസ്സുകൾ റൂട്ട് ബസ്സുകളാണ് പരിശോധിച്ചത്. അത് വ്യാപകമായ നിയമലംഘനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായി. ഏകദേശം 100ഓളം വാഹനങ്ങൾ പരിശോധിച്ചതിൽ 65 വാഹനങ്ങൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതിൽ 2 എണ്ണം വളരെ ഗുരുതരമായ ഒഫൻസ് കണ്ടുകൊണ്ട് അതിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് റദ്ദാക്കിയുണ്ടായി. അതുകൂടാതെ കണ്ടക്ടർ ലൈസൻസ് ഇല്ലാതെ സർവീസ് നടത്തുക, പിന്നെ കണ്ടക്ടറിൻ്റെ നെയിം ബാഡ്ജ് ഇല്ലാതെ സർവീസ് നടത്തുക, എയർ ഹോൺ ഉപയോഗിക്കുക, മറ്റുള്ള കംപ്ലയിൻറ്റ് ബുക്കുകൾ വെക്കാതിരിക്കുക, മറ്റുള്ള ഫസ്റ്റ് എയ്ഡ് ബോക്സ് കറക്റ്റായിട്ട് വെക്കാതിരിക്കുക, അതുപോലെ ചെറിയ ചെറിയ കുറ്റങ്ങൾക്കുള്ള കേസുകളുണ്ട്. എല്ലാം കൂടി ചെയ്യുന്നതുകൊണ്ട് 65ഓളം കേസുകൾ എടുത്തിട്ടുണ്ട്. ഏതാണ്ട് 80,000 രൂപയോളം പിഴ ഇനത്തിൽ സർക്കാരിലേക്ക് വരുന്നുണ്ട്. മാത്രമല്ല ഇനി ഇതുപോലുള്ള ആൾക്കാരുടെ പെരുമാറ്റങ്ങൾ വളരെ നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബോധവൽക്കരണം കൂടിയായിരുന്നു ഇത്. ഇനിയും ഇതുപോലുള്ള ഓപ്പറേഷൻസ് വെക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. വീണ്ടും പരാതികൾ വരുവാണെങ്കിൽ ഇത് നല്ല ശക്തമായ നടപടി ഉണ്ടാവും. മാത്രമല്ല പെർമിറ്റ് റദ്ദാക്കി നടക്കാനുള്ള നടപടികളിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ടൈം ന്യൂസ് ചേർത്തല. വയോജനങ്ങൾക്ക് സാന്ത്വനമേകി സിനിമാ പ്രദർശനം. ചേർത്തല നഗരസഭ വയോമിത്രം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ചേർത്തല പാരഡൈസ് തിയേറ്ററിലായിരുന്നു പ്രദർശനം സംഘടിപ്പിച്ചത്. 250ഓളം വയോജനങ്ങൾ പങ്കെടുത്തു. ചേർത്തല പാരഡൈസ് തിയേറ്റർ, റോട്ടറി സാറ്റലൈറ്റ് ക്ലബ്ബ് ഓഫ് ചേർത്തല ടൗൺ എന്നിവരുടെ സഹകരണത്തോടെ ചേർത്തല നഗരസഭയും കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ വയോമിത്രം പദ്ധതിയും ചേർന്ന് സൗജന്യ സിനിമാ പ്രദർശനം സംഘടിപ്പിച്ചു. നവംബർ 13 ബുധനാഴ്ച രാവിലെ 9 മണിക്ക് ചേർത്തല പാരഡൈസ് തിയേറ്ററിലാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. വയോമിത്രത്തിലെ ഗുണഭോക്താക്കളായ 250ഓളം വയോജനങ്ങൾ ഇതിന്റെ ഭാഗമായി പങ്കെടുത്തു. ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ, വയോമിത്രം ജീവനക്കാരായ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നീതു ജി മല്യ, കോർഡിനേറ്റർ രജിത കെ, സ്റ്റാഫ് നഴ്സ് ശ്യാമ, JPHN എലിസബത്ത് എന്നിവർ പങ്കെടുത്തു. മുതിർന്ന പൗരന്മാർക്ക് മാനസിക ഉല്ലാസം പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്.
ഇഷ്ടപ്പെട്ടത് ഞങ്ങളെ ഇങ്ങനെയൊക്കെ കാണിക്കാനും ഒന്ന് സന്തോഷിക്കാനും പ്രായപരിധിയായ ആൾക്കാരുമായിട്ട് സഹകരിക്കാനും ഒക്കെ ഇടയാക്കി തന്ന എല്ലാവർക്കും വളരെ നന്ദി. ടൈം ന്യൂസ് ചേർത്തല. INDUC ചേർത്തല റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന നേതൃത്വ പഠന പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. മുഹമ്മ ആര്യക്കര ഗൗരീനന്ദനം ഓഡിറ്റോറിയത്തിലായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. INDUC സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ R. ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് INDUC ചേർത്തല റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന നേതൃത്വ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇതോടൊപ്പം പ്രതിഭകളെ ആദരിക്കലും സംഘടിപ്പിച്ചു. നവംബർ 14 വ്യാഴാഴ്ച രാവിലെ പതാക ഉയർത്തലോടുകൂടി സമ്മേളനം ആരംഭിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിൽ INDUC റീജിയണൽ പ്രസിഡന്റ് സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. INDUC സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ സൃഷ്ടിച്ചെടുത്ത ഒരു പാർട്ടിയുടെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ബഹുജന സംഘടനകളുടെ അതുമായി ചേർന്ന് നിൽക്കുന്ന INDUCകളുടെ തൊഴിലാളി സംഘടനകളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് ഈ രാജ്യത്തുണ്ടായിട്ടുള്ള ഈ അധോഗതി പരിഹരിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ പാർട്ടിയെ തിരിച്ച് ചിട്ടയിൽ കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളത്. തുടർന്ന് പ്രതിഭകളെ ആദരിച്ചു. INDUC ജില്ലാ പ്രസിഡന്റ് G. ബൈജു, KPCC മെമ്പർ KR. രാജേന്ദ്രപ്രസാദ് തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തി. സവോള വില വർധനവിനെതിരെ കായംകുളത്ത് വേറിട്ട പ്രതിഷേധം. സൗജന്യമായി സവോള വിതരണം ചെയ്തുകൊണ്ട് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനാണ് വേറിട്ട സമരം സംഘടിപ്പിച്ചത്. സവാള വില വർധനവിനെതിരെ വേറിട്ട പ്രതിഷേധവുമായി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ വർദ്ധിച്ചു വരുന്ന സവാള വില വർധനവിനെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് സൗജന്യ സവാള വിതരണം നടത്തിയാണ് പ്രതിഷേധം അറിയിച്ചത്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ കായംകുളം യൂണിറ്റ് കമ്മിറ്റിയാണ് വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ചത്. ചെറുകിട ഹോട്ടൽ ഉടമകൾക്ക് സൗജന്യമായി സവാള വിതരണം ചെയ്ത് ജില്ലാ സെക്രട്ടറി നാസർ പി താജ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്വന്തം ബിൽഡിങ്ങിൽ കച്ചവടം ചെയ്യുന്ന 5 അല്ലോ അത് 10 പേരോ ആയിരിക്കും, അത് 90 പേരും അല്ലെങ്കിൽ 9 പേരും അതിൽ വാടക കൊടുത്ത് കച്ചവടം ചെയ്യുന്നത് എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകുവാൻ പറ്റും? പ്രതിദിനം 500 രൂപ കൊടുത്ത് വാടക എന്ന് പറയുമ്പോൾ 15,000 രൂപ 18% കൂടെ നമ്മൾ കൊടുക്കണമെന്ന് പറയുമ്പോൾ അത് നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയുകയില്ല. നമ്മുടെ GST തന്നെ 1% കുറയ്ക്കുവാൻ നമുക്ക് നിരന്തരമായി ഈ GST സമ്പ്രദായം വന്ന് 18-ൽ നിന്ന് 5% നമ്മൾ ഇടപെടുക നമ്മൾ കുറച്ച കാലഘട്ടം മുതൽ നമ്മൾ 1% നമ്മളെ മാറ്റണമെന്ന് ആവശ്യവുമായി നമ്മൾ കേന്ദ്ര സർക്കാരിനെ സമീപിക്കുകയാണ്. മാറി മാറി വരുന്ന ഒരു സർക്കാരുകൾ നമ്മുടെ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടുന്നില്ല. ഈ MSME നമുക്കറിയാം, നമ്മൾ സർവീസ് മേഖലയാണ്. നമ്മളൊരു പ്രൊഡക്റ്റ് മേടിച്ച് അതൊരു ആഹാര പദാർത്ഥമായി പൊതുജനങ്ങൾക്ക് സേവനമായി നമ്മൾ ചെല്ലുക. പക്ഷേ എന്നിട്ട് പോലും നമ്മൾ MSME എന്ന് പറയുന്ന ആനുകൂല്യ പദ്ധതിയിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തുവാൻ നമ്മുടെ ഗവൺമെന്റുകൾ തയ്യാറാകുന്നില്ല. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ നാളെ ഒരു സമരമുഖത്തേക്ക് ഇറങ്ങുന്നത്. നിത്യോപയോഗ സാധനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിപ്പിക്കുന്നതിലും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവിലും പാചകവാതക വില വർധനവിലും പൊതുവിപണി നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിയാത്ത സാഹചര്യത്തിലും ഹോട്ടൽ വ്യവസായം തകർച്ചയുടെ വക്കിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. കായംകുളം യൂണിറ്റ് പ്രസിഡന്റ് SK നസീർ അധ്യക്ഷനായി. P. മുരളീധരൻ, സൈനുദ്ദീൻ, മാർവൽ, രമേശ് ആര്യാസ്, കബീർ റഹ്മാനിയ, രാജേഷ് പണിപ്പുര, നൌഷാദ് മാങ്ങാങ്കുടി, സത്താർ, ബഹറുദ്ദീൻ, ശ്രീഹരി, പ്രവീൺ, മഞ്ജിമ, വിജയകുമാർ, ബോസ്, താഹക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ്, കായംകുളം. മുഹമ്മ പുത്തനമ്പലം ക്ഷേത്രത്തിൽ കവർച്ച. കാണിക്കവഞ്ചി അപഹരിച്ചു. മുഹമ്മ പോലീസ് തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചു. ചെറുവാരണം ശ്രീനാരായണപുരം പുത്തനമ്പലം ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചി കുത്തി തുറന്ന മോഷ്ടാക്കൾ പണം അപഹരിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് മോഷണം നടന്നത്. ക്ഷേത്രത്തിലെ ശിവന്റെ നടയ്ക്ക് മുൻവശം സ്ഥാപിച്ചിരുന്ന വലിയ ചെമ്പുകുടത്തിന്റെ മൂടി അറുത്തുമാറ്റിയാണ് പണം മോഷ്ടിച്ചത്. കാണിക്കവഞ്ചി തുടലിട്ട് പൂട്ടിയിരുന്നതിനാൽ മോഷ്ടാക്കൾക്ക് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നില്ല. ആനപ്പന്തലിൽ സ്ഥാപിച്ചിരുന്ന കാണിക്കവഞ്ചി കുത്തി തുറക്കാനുള്ള ശ്രമവും വിജയിച്ചില്ല. തുടർന്ന് കയ്യിലുണ്ടായിരുന്ന സ്ക്രൂ ഡ്രൈവർ സമീപത്തേക്ക് വലിച്ചെറിയുന്നതും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. മോഷ്ടാക്കളുടെ രൂപം ക്ഷേത്രത്തിലെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. കഴിഞ്ഞ ദിവസം രാത്രി 12:30-ഓടെയാണ് മോഷ്ടാക്കൾ ക്ഷേത്രത്തിലെത്തിയത്. ക്ഷേത്രത്തിന് സമീപത്തെ പോലീസ് ബീറ്റ് ബുക്കിൽ പോലീസ് പട്രോളിങ്ങിന് 1:15 എത്തിയതായും രേഖയുണ്ട്. മോഷണത്തെ തുടർന്ന് ക്ഷേത്രത്തിൽ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെ കൂടി ജോലിക്ക് വയ്ക്കുവാനും സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തമാക്കുവാനും എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ടൈം ന്യൂസ്, ചേർത്തല. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേള ആലപ്പുഴയിൽ. വെള്ളിയാഴ്ച വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശാസ്ത്രോത്സവം ഉദ്ഘാടനം ചെയ്യും. വിളംബര ജാഥകൾ ആലപ്പുഴയിലെത്തി. 14 ജില്ലകളിൽ നിന്നായി 5000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. ആലപ്പുഴ ഉത്സവലഹരി. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ ശിശുദിനത്തിൽ നാടെങ്ങും വൈവിധ്യമാർന്ന പരിപാടികൾ.
സ്കൂളുകളിലും മറ്റ് പ്രധാന കേന്ദ്രങ്ങളിലും ശിശുദിന റാലികളും സമ്മേളനങ്ങളും. അപസ്മാരത്തെ തുടർന്ന് മരുന്ന് കഴിച്ച കുട്ടി ഗുരുതരാവസ്ഥയിൽ. മരുന്നിന്റെ പാർശ്വഫലമെന്ന സൂചന. തുറവൂർ സ്വദേശിയായ 10ാം ക്ലാസ് വിദ്യാർത്ഥി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി. ചേർത്തല താലൂക്കിന്റെ വിവിധ സ്ഥലങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹന പരിശോധന. 126 വാഹനങ്ങൾക്കെതിരെ കേസെടുത്തു. നിയമം പാലിക്കാത്ത 48 കണ്ടക്ടർമാർക്കെതിരെയും 12 സ്വകാര്യ ബസ്സുകൾക്കെതിരെയും നടപടി. പരിശോധന തുടരുമെന്ന് ചേർത്തല ജോയിന്റ് RTO. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.